ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സീൽ ടു നോ. അപ്പോൾ നമ്മൾ സീൽ ടു നോയിൽ നമ്മൾ CPC ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. CPC മെഡിക്കൽ കോഡിംഗ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിലെ തന്നെ ഫസ്റ്റ് കണ്ടൻ്റായ ICD 10 ചാപ്റ്റർ വൈസ് ഗൈഡ് ലൈൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലുള്ള ഗൈഡ് ലൈൻസ് ആണ് ഞാൻ പറയുന്നത്. മാക്സിമം ഗൈഡ് ലൈൻസ് കവർ ചെയ്യാൻ നോക്കുന്നുണ്ട്. എങ്കിൽ പോലും കുറച്ച് ചില കാര്യങ്ങൾ വേണ്ടാന്ന് തോന്നുന്നത് ഞാൻ വിട്ട് കളഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ അത് കറക്റ്റായിട്ട് വായിക്കണം. ഓക്കെ, സോ മാക്സിമം കവർ ചെയ്തിട്ടുണ്ട്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം തന്നെ മാക്സിമം നമ്മൾ കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, സോ അതൊരു പ്രശ്നമല്ല. അപ്പോൾ നമ്മൾ ചാപ്റ്റർ 19 ആയിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ചാപ്റ്റർ 19 എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു പ്രഗ്നൻസിയുടെ ചാപ്റ്റർ പോലെ തന്നെ വലിയ ചാപ്റ്ററാണ്. അതുകൊണ്ട് വലിയ ചാപ്റ്ററാണ് നമ്മളതിനെ സ്പ്ലിറ്റ് ചെയ്ത് പാർട്ട് A പാർട്ട് B ആയിട്ടാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് സെക്കൻഡ് പാർട്ടാണ് നമ്മളുടെ ചാപ്റ്റർ 19. അപ്പോൾ ചാപ്റ്റർ 19 പേരെന്തായിരുന്നു? ഇഞ്ചുറി, പോയ്സണിങ് ആൻഡ് സർട്ടൻ കോൺസിക്വൻസസ് ഓഫ് എക്സ്റ്റേണൽ കോസസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ബേണൊക്കെ പഠിച്ചു അല്ലേ? അപ്പോൾ ബേണൊക്കെ പഠിക്കുമ്പോൾ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഓക്കെ, സോ ബേൺസ് കൊറോഷനൊക്കെ എപ്പോഴും ചാപ്റ്ററിൽ എപ്പോഴും എക്സാമിൽ വരുന്ന ഒരു ക്വസ്റ്റനെങ്കിലും വരുന്ന ഒരു ടോപ്പിക്കാണ്. സോ നിങ്ങളത് മാക്സിമം വിട്ട് കളയാൻ ശ്രമിക്കരുത്. ഈ ഒരു ചാപ്റ്റർ നന്നായിട്ട് ഫോളോ ചെയ്യുക. കുറച്ച് ഗോൾഡൻ റൂൾസൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് മനസ്സിലാക്കി പഠിക്കുക. ബസ് നിങ്ങൾക്കത് നന്നായിട്ട് കിട്ടും. ഓൾറൈറ്റ്, സോ ഇന്ന് നമ്മൾ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ്? ഓക്കെ, ക്യാൻ വി ഗോ ടു ദ ചാപ്റ്റർ? അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് അഡ്വേഴ്സ് എഫക്ട്സ്, പോയ്സണിങ്, അണ്ടർ ഡോസിങ് ആൻഡ് ടോക്സിക് എഫക്ട്സ്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ടേബിളുണ്ട്. ഓക്കെ, സോ അതെന്ന് പറയണതാണ് നമ്മുടെ ടേബിൾ ഓഫ് ഡ്രഗ്സ്. അത് ഞാൻ ബുക്കിൻ്റെ ഫോട്ടോ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ടേബിൾ ഓഫ് ഡ്രഗ്സ്. ഓക്കെ, സോ ഇൻ ടേബിൾ ഓഫ് ഡ്രഗ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് 4 കാര്യങ്ങൾ, ഒരു 4 കാര്യങ്ങളെക്കുറിച്ച് ഞാനൊരു പോയിൻ്റ് ഔട്ട് ചെയ്ത് പറയാം. പക്ഷെ അതിനു മുമ്പ് ഒരു എക്സ്റ്റേണൽ കോസ് കോഡ് ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞു ലൈക്ക് എങ്ങനെ സംഭവിച്ചു, അതിൻ്റെ ഒരു എക്സ്റ്റേണൽ കോസ് കോഡ് നമ്മൾ സാധാരണ കൊടുക്കാറില്ലേ? അപ്പോൾ ആ കോഡ് ഈ ഒരു ചാപ്റ്ററിനല്ല, ഈ ഒരു ടോപ്പിക്കിന് ആവശ്യമില്ല. മനസ്സിലായോ? ഈ ഒരു ടോപ്പിക്കിന് ആ ഒരു എക്സ്റ്റേണൽ കോസ് കോഡ് അഡീഷണൽ ആയിട്ട് കൊടുക്കേണ്ട ഒരാവശ്യം വരുന്നില്ല. ഇനി നമുക്ക് പോയിന്റ് ബൈ പോയിൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ദ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഡു നോട്ട് കോഡ് ഡയറക്ട്ലി ഫ്രം ദ ടേബിൾ ഓഫ് ഡ്രഗ്സ്. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ അഡ്വേഴ്സ് എഫക്റ്റ് ആണെങ്കിലും നമ്മൾ പോയ്സണിങ് ആണെങ്കിലും ഒക്കെ നമുക്ക് ടേബിൾ ഓഫ് ഡ്രഗ്സിൽ നിന്നൊരു കോഡ് കിട്ടും. ഓക്കെ, മാക്സിമം കേസസിൽ അത് കറക്റ്റ് ആയിരിക്കും. പക്ഷേ ഒരു ഐഡിയയ്ക്ക് വേണ്ടി നമുക്കത് റെഫർ ചെയ്യാം. റെഫർ ചെയ്തിട്ട് നമ്മളത് ടാബ്ല ലിസ്റ്റിൽ പോയാൽ മാത്രമേ അത് ഞാൻ പിന്നെ അടുത്ത് വരുന്നു. ടാബ്ല ലിസ്റ്റ് നിങ്ങളതിന് കൊണ്ടുപോകണം. മനസ്സിലായി? എന്ത് നമുക്ക് ടേബിൾ ഓഫ് ഡ്രഗ്സിൽ നിന്ന് കിട്ടുന്നോ ആ ഒരു കോഡിനെയും കൊണ്ട് നമ്മളെവിടെ പോകണം? യെസ്, നമ്മൾ ടാബ്ല ലിസ്റ്റിൽ പോകണം. അപ്പോൾ ടാബ്ല ലിസ്റ്റ് ചെന്ന് കഴിയുമ്പോഴേ നമുക്ക് ആവശ്യമുള്ള കോഡ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. ഞാൻ എപ്പോഴും പറയും, ഇൻഡെക്സിന് നമ്മൾ അത്ര സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻഡെക്സ് നമുക്ക് വെറുതെ ഒരു ഒരു ഹെഡ് തരുന്നു, നമുക്കൊരു ലീഡ് തരുന്നതേ ഉള്ളൂ. അതിനെക്കൊണ്ട് നമ്മൾ ടാബ്ല ലിസ്റ്റിൽ ഇട്ട് കഴിയുമ്പോഴേ നമുക്ക് കറക്റ്റായിട്ടുള്ള നമുക്ക് വേണ്ട ഒരു കണ്ടൻറ്റിനകത്തുനിന്ന് കിട്ടത്തുള്ളൂ. സോ ആ ഒരു പോയിന്റ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളിപ്പോൾ കോഡേഴ്സ് ആണെങ്കിലും, ഇപ്പം ഏതെങ്കിലും ഒരു ഇതിൽ വർക്ക് ചെയ്യുവാണെങ്കിൽ, ഇൻഷുറൻസ് കോർഡിനേറ്റേഴ്സായിട്ടൊക്കെ വർക്ക് ചെയ്താലും നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, നമുക്ക് ഡോക്യുമെൻ്റ് ചെയ്തിരിക്കുന്നത്, നമ്മുടെ പ്രൊവൈഡർ ഡോക്യുമെൻ്റ് ചെയ്തിരിക്കുന്നത് എന്താണ്, അതാണ് നമുക്ക് ശരിക്കും കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അതാണ് ഒരു കോഡർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് കോഡറിന് തനിയെ ഒരു പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഓക്കെ, സോ നമ്മളെന്ത് ചെയ്യുക, നമുക്കൊരു ബേസിന് വേണ്ടി നമുക്കിത് എന്താണെന്ന് അറിയാൻ വേണ്ടി ടേബിൾ ഓഫ് ഡ്രഗ്സ് ഈസ് വെരി ഈസി ടു ഫൗണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ഞാൻ ടേബിൾ ഓഫ് ഡ്രഗ്സിൽ നിന്ന് കണ്ടുപിടിച്ചിട്ട് നേരെ അതുകൊണ്ട് ടാബ്ല ലിസ്റ്റിൽ പോകുന്നു, നമ്മളുടെ കാര്യങ്ങൾ കിട്ടുന്നു. ഓക്കെ, സോ ദ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ യൂസ് ആസ് മെനി കോഡ് ആസ് നെസസറി ടു ഡിസ്ക്രൈബ്. ഇപ്പം നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാനുള്ള മാക്സിമം കോഡ്സ് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ കോമ്പിനേഷൻ കോഡ്സ് ഒക്കെ ആണെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യാം. ഇൻ കേസ് കോമ്പിനേഷൻ കോഡ്സ് ഒന്നും ഇല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ആസ് മെനി കോഡ്സ്. നമുക്ക് മൾട്ടിപ്പിൾ ഇഞ്ചുറി ഒക്കെ പറഞ്ഞില്ലേ, അതുപോലെ നമുക്ക് ആസ് മെനി കോഡ്സ് യൂസ് ചെയ്യാം. ഇനി അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇഫ് ദ സെയിം കോഡ് വുഡ് ഡിസ്ക്രൈബ് ദ കോസേറ്റീവ് ഏജൻറ്റ്. ഇപ്പം ഒരു കോഡിൽ തന്നെ സെയിം കോമ്പിനേഷൻ കോഡിൻ്റെ വേറൊരു ഫോമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഒരേ കോഡിൽ തന്നെ കോസേറ്റീവ് ഏജൻറ്റിനെ പറയുവാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് കോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കെന്തിനാ ഈ എക്സ്ട്രാ കാര്യങ്ങൾ? സോ കോമ്പിനേഷനായിട്ടൊരു കാര്യം വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് കോമ്പിനേഷനാണ്. അതിനകത്ത് വരുന്നൊരു കാര്യമാണെങ്കിൽ അത്
ആ ഒരു കോഡ് മാത്രമേ ആവശ്യമുള്ളൂ. ഫോർ എക്സാമ്പിൾ ഞാൻ എപ്പോഴും പറയുന്നുള്ളൂ, മറ്റേ അക്യൂട്ട് MIക്ക് ചെസ്റ്റ് പെയിൻ എന്ന് പറയുന്നത് അതിനകത്ത് വരുന്നൊരു കാര്യമാണ്. അതിനകത്ത് പിന്നെയും നമ്മൾ ചെസ്റ്റ് പെയിനിന് കോഡ് തപ്പിപ്പിടിച്ച് കൊടുക്കുക, അഡീഷണൽ കോഡായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അത്രയേ ഉള്ളൂ ഈ ഒരു കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി 4th പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഇഫ് 2 or more drugs, medicinal or biological substances. ഇപ്പം 2 or more substances എടുത്തുന്നുണ്ടെങ്കിൽ നമുക്ക് 2ആയിട്ട് കോഡ് ചെയ്യാം. ഇഫ് ദ കോമ്പിനേഷൻ കോഡ് ഈസ് അവൈലബിൾ അതായിട്ടും കോഡ് ചെയ്യാം. ഓക്കെ, ഇതിനെ ഒത്തിരി തല പുകയ്ക്കേണ്ട ആവശ്യമില്ല. ഈ 4 പോയിൻറ്റ്സ് ജസ്റ്റ് പറഞ്ഞത് ഒന്ന് മനസ്സിൽ വെച്ചാൽ മതി. കാരണം നമ്മൾ നേരത്തെ തൊട്ട് പറയുന്ന ഗൈഡ് ലൈൻസിലൊക്കെ സിമിലർ തന്നെയാണ് ഈ ഗൈഡ് ലൈൻസും. ഓക്കെ, ഇനി നമുക്ക് ICD-10-CMൽ നമ്മൾ പറഞ്ഞില്ലേ ഡ്രഗിൻ്റെ ടോക്സിസിറ്റിയെ കാണിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ മനസ്സിലാവും ഡ്രഗ്സിൻ്റെ ടോക്സിസിറ്റിയെ കാണിക്കാൻ. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അഡ്വേഴ്സ് എഫക്റ്റ് ആണ്. അഡ്വേഴ്സ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറയത്തില്ലേ, സാധാരണ ഒരു വേർഡ് പറയുമല്ലോ, സൈഡ് എഫക്റ്റ്. യെസ്, ഇറ്റ് ഈസ് ദ അഡ്വേഴ്സ് എഫക്റ്റ്. സോ വെൻ കോഡിങ് ആൻ അഡ്വേഴ്സ് എഫക്റ്റ് ഓഫ് എ ഡ്രഗ്, അപ്പോൾ കറക്റ്റ്ലി പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഒരു പേഷ്യൻ്റ് പ്രോപ്പർലി അഡ്മിനിസ്റ്റേർഡ് ആണ്. ഓക്കെ, പ്രോപ്പർലി അഡ്മിനിസ്റ്റേർഡ് ആണ്, കറക്റ്റ്ലി പ്രിസ്ക്രൈബിങ് ചെയ്തിട്ടുണ്ട്, എന്നിട്ടും ആ പേഷ്യൻറ്റിന് സൈഡ് എഫക്റ്റ് ഓർ അഡ്വേഴ്സ് എഫക്റ്റ് വന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അഡ്വേഴ്സ് എഫക്റ്റ് കൂടി ചെയ്യാം. ക്ലിയർ ആണോ? ഇപ്പോൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തത് കറക്റ്റാണ്, പേഷ്യൻ്റ് അഡ്മിനിസ്റ്റർ ചെയ്തതും കറക്റ്റാണ്, എന്നിട്ടും ആ ഒരു സൈഡ് എഫക്റ്റ് വന്നു. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് അഡ്വേഴ്സ് എഫക്റ്റ് കൂടി ചെയ്യാം. ക്ലിയർ ആയല്ലോ? അപ്പോൾ അത് ക്ലിയർ ആയിക്കൊണ്ട് നമുക്ക് ഓരോ പോയിന്റ് പറയുമ്പോഴും ആ വേർഡിൻ്റെ മീനിങ് പോലെ തന്നെ ആയിരിക്കണം നമ്മുടെ മനസ്സിൽ അന്നേരം തന്നെ കയറണം. അതിനുവേണ്ടി ഞാനിങ്ങനെ ബൈ 1 ആയിട്ട് ഞാൻ പറയുന്നത്. ഓക്കെ, കറക്റ്റ് പ്രിസ്ക്രിപ്ഷൻ, അഡ്മിനിസ്ട്രേഷൻ ഓൾസോ കറക്റ്റ്. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് അതിനെ അഡ്വേഴ്സ് എഫക്റ്റ് എന്ന് പറയാം. അതിനെയല്ല, അത് കാരണം എന്തെങ്കിലും വന്നാൽ അതിനെ നമുക്ക് അഡ്വേഴ്സ് എഫക്റ്റ് എന്ന് പറയാം. ഓക്കെ, സോ അപ്പോൾ അതിൻ്റെ അഡ്വേഴ്സ് എഫക്റ്റിൻ്റെ അപ്രോപ്രിയേറ്റ് കോഡ്സ് എന്ന് പറഞ്ഞാൽ T36 മുതൽ T50 വരെയുള്ള കോഡ്സാണ്. ഓൾറൈറ്റ്, ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ, നമ്മൾ എടുത്ത് കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഓൾറൈറ്റ്, ഇനി ഫോർ എക്സാമ്പിൾ ഇനി കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു തരാം നമ്മളുടെ അഡ്വേഴ്സ് എഫക്റ്റിൻ്റെ. അതിൻ്റെ എക്സാമ്പിൾസാണ് ഇപ്പം ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ഹെമറേജിങ്, വോമിറ്റിങ്, ടാക്കിക്കാർഡിയ, ഇതൊക്കെ തന്നെ നമ്മളുടെ എക്സാമ്പിൾസ് ഫോർ അഡ്വേഴ്സ് എഫക്റ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പോയിൻ്റ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തു അഡ്വേഴ്സ് എഫക്റ്റ്. ഇനി സെക്കൻഡ് പോയിൻ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ പോയ്സണിങ് ആണ്. പോയ്സണിങ് എന്ന് പറയുമ്പോൾ നമുക്ക് പല കണ്ടീഷൻസായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ലൈക്ക് ഇപ്പം റോങ് അഡ്മിനിസ്ട്രേഷന്, അല്ലെങ്കിൽ റോങ് പ്രിസ്ക്രിപ്ഷന്, ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ സെൽഫായിട്ട് തന്നെ ഹാം ചെയ്യാൻ വേണ്ടി എടുക്കുന്ന മെഡിക്കേഷൻസ്, ഇതിനെയൊക്കെ നമുക്ക് പോയ്സണിങ്ങിൻ്റെ അണ്ടറിൽ നമുക്ക് വരുത്താം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് പോയ്സണിങ് ആണ്. അപ്പോൾ പോയ്സണിങ് ആകുമ്പോൾ ഫസ്റ്റ് കോഡ് പോയ്സണിങ്ങിൻ്റെ കോഡ് ചെയ്യണം. അതെന്ന് പറയുന്നത് T36 മുതൽ T50 വരെയുള്ള കോഡ്സിൻ്റെ ഇടയ്ക്കുള്ള ഏതെങ്കിലും കോഡായിരിക്കും നമ്മളുടെ പോയ്സണിങ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് സെക്കൻഡറി എന്തിടണം? സെക്കൻഡറി നമുക്ക് ഇടേണ്ടതെന്ന് പറഞ്ഞാൽ 6th ക്യാരക്ടർ കോഡ് ഇടണം, വിച്ച് ഈസ് നമ്മുടെ ഇൻറ്റൻഷൻ കാണിക്കാൻ വേണ്ടി. ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സെൽഫ് ഇൻറ്റൻ്റ് ആണോ, ആക്സിഡൻ്റലായിട്ടാണോ, അതോ ആരെങ്കിലും അഡ്മിനിസ്റ്റർ ചെയ്ത് കൊടുത്താണോ, അതോ അബ്യൂസ് ആണോ, ഡിപ്പെൻഡൻസ് ആണോ, ഇതൊക്കെ കോഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സെക്കൻഡറി ഉപയോഗിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ T36 തൊട്ട് T50 വരെയുള്ള പോയ്സണിങ് കോഡ്സിൽ നിന്ന് എടുക്കുക. സെക്കൻഡറി നമ്മൾ വന്നിട്ട് ഇൻറ്റൻറ്റ് അല്ലെങ്കിൽ ഇൻറ്റൻഷൻ കോഡ് ചെയ്യുക. ഇൻറ്റൻഷൻ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇൻറ്റൻഷൻ കൊടുത്തിട്ടില്ല എങ്കിൽ നമുക്കതിനെ ആക്സിഡൻ്റലായിട്ട് കൺസിഡർ ചെയ്യാം. ക്ലിയർ ആണോ? ഇൻറ്റൻഷൻ കൊടുത്തിട്ടില്ല എങ്കിൽ നമുക്കതിനെ ആക്സിഡൻ്റലായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, നമുക്ക് ഇൻറ്റൻഷനും കഴിഞ്ഞു. ഇൻറ്റൻഷൻ കഴിഞ്ഞ് ഇനി എന്താ വരേണ്ടത്? ഇനി ഇൻ കേസ് ഓഫ് ഡിപ്പെൻഡൻസോ അബ്യൂസോ ഉണ്ടെങ്കിൽ അതും കൂടെ കോഡ് ചെയ്യുക. ക്ലിയർ ആണോ? ഡിപ്പെൻഡൻസോ അബ്യൂസോ ഉണ്ടെങ്കിൽ അതും കൂടെ കോഡ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞു, ഫസ്റ്റ് നമ്മൾ കാറ്റഗറി കോഡ്സിൽ നിന്ന് എടുക്കുക, സെക്കൻഡ് ഇൻറ്റൻഷൻ കോഡ് ചെയ്യുക, അതിന് ശേഷം ഡിപ്പെൻഡൻസോ അബ്യൂസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി അഡീഷണലി കോഡ് ചെയ്ത് വിടുക. ഓക്കെ, അപ്പോൾ അഡ്വേഴ്സ് എഫക്റ്റ് കഴിഞ്ഞു, പോയ്സണിങ് കഴിഞ്ഞു. ഇനി അപ്പോൾ അടുത്തത് പറയുന്നതിന് മുമ്പ് നമുക്ക് ഒരു 2-3 എക്സാമ്പിൾസ് നോക്കാം. പോയ്സണിങ്ങിൻ്റെ കേസ് എന്തൊക്കെ വരാമെന്ന് നോക്കാമല്ലോ. അപ്പോൾ പോയ്സണിങ്ങിൻ്റെ 1-2 എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ
ഇപ്പം പ്രിസ്ക്രിപ്ഷനിൽ എന്തെങ്കിലും എറർ വന്നു, അതൊരു ടൈപ്പാണ് എറർ ഇൻ പ്രിസ്ക്രിപ്ഷൻ. പിന്നെ ഓവർഡോസ് ഓഫ് ഡ്രഗ്, പേഷ്യൻ്റ് അഡ്മിനിസ്റ്റർ ചെയ്തത് ഓവർഡോസ് ആണ്. ഇങ്ങനെയൊക്കെ ഉള്ള കേസസിൽ എന്താണ്, പോയ്സണിങ് ആണ് റീസൺ. ഓക്കെ, സോ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വേണം കോഡ് ചെയ്യുമ്പോൾ കോഡ് ചെയ്യാനായിട്ട്. ഓൾറൈറ്റ്, ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അഡ്വേഴ്സ് എഫക്റ്റ് പറഞ്ഞു, പോയ്സണിങ് പറഞ്ഞു. അടുത്തെന്ന് പറഞ്ഞാൽ അണ്ടർ ഡോസിങ്ങാണ്. അണ്ടർ ഡോസിങ് എന്ന് പറയുമ്പം ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് കറക്റ്റായിരിക്കും, പക്ഷെ പേഷ്യൻ്റ് അഡ്മിനിസ്റ്റർ ചെയ്തത് വളരെ കുറച്ച് മാത്രമായിരിക്കും. ഓക്കെ, അപ്പോൾ വളരെ കുറച്ച് മാത്രം എന്ന് വെച്ചാൽ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന അത്രയും തന്നെ പേഷ്യൻ്റ് കൺസ്യൂം ചെയ്തില്ല. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ വരുമ്പോഴാണ് നമ്മുടെ എന്താ പറയുക അണ്ടർ ഡോസിങ് വരുന്നത്. അണ്ടർ ഡോസിങ് പറയുന്ന പോലെ തന്നെ ആ വേർഡ് പോലെ തന്നെയാണ് അണ്ടർ ഡോസിങ്. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് ടാബ്ല ലിസ്റ്റ് കയറി നോക്കുമ്പോൾ നമുക്ക് T36 to T50 വരെയുള്ള കോഡ്സിൽ നമുക്ക് കോഡ് കിട്ടും. ഓക്കെ, അതിനുശേഷം നമുക്ക് സെക്കൻഡറി ആയിട്ട് എന്ത് കോഡ് ചെയ്യാം? സെക്കൻഡറി ആയിട്ട് നമുക്ക് അണ്ടർ ഡോസ് ആണെന്ന് കാണിക്കണ്ടേ? അപ്പോൾ അതിന് നമ്മൾ 6th ക്യാരക്ടർ ഉണ്ടായിരിക്കും, 5th or 6th ക്യാരക്ടർ ഉണ്ടായിരിക്കും. അത് 6 എന്നുള്ളൊരു നമ്പർ വരും. മറ്റേതിൽ 5 വരും, ഇത് 6 വരും. നിങ്ങൾ കുറേ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും കുറേ പാറ്റേൺസ് റിപ്പീറ്റിംഗ് ഉണ്ടെന്ന്. അപ്പോൾ നമുക്ക് ആ ഒരു കാര്യങ്ങൾ നന്നായിട്ട് ഉൾക്കൊള്ളാൻ പറ്റും. ഓൾറൈറ്റ്, സോ ഹിയർ എന്താണ് നമ്മൾ ഫസ്റ്റ് കോഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, യെസ്, ഫസ്റ്റ് കോഡ് ചെയ്യേണ്ടത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത മെഡിക്കേഷൻ അത് കാരണമുള്ള. ഓക്കെ, അപ്പോൾ അണ്ടർ ഡോസിങ്ങിൻ്റെ കോഡ് ഏതാ? T36 മുതൽ 250 വരെയുള്ള കോഡിൻ്റെ ഇടയ്ക്ക് വരും. സെക്കൻഡറി വന്നിട്ട് എന്ത് കോഡ് ചെയ്യണം? 6th ക്യാരക്ടർ കോഡ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ അണ്ടർ ഡോസിങ്ങിലൊരു മെയിൻ പോയിൻ്റ് ഉണ്ട്, അത് നമ്മൾ കറക്റ്റായിട്ട് ഓർത്ത് വെച്ചോണം, എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചോണം. ഓക്കെ, സോ അണ്ടർ ഡോസിലെ ആ മെയിൻ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അണ്ടർ ഡോസിങ് കോഡ് നമ്മൾ ഒരിക്കലും പ്രൈമറി ആയിട്ട് വരില്ല. ഓക്കെ, സോ പ്രൈമറി കോഡ്സ് വരാത്ത കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഗൈഡ് ലൈൻസ് കാണുമ്പോൾ തന്നെ അണ്ടർ ഡോസിങ്ങിൻ്റെ ആ കോഡ് ഫസ്റ്റ് പ്രൈമറി ആയിട്ട് വരുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? യെസ്, നമുക്കത് തട്ടിക്കളയാം. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, അപ്പോൾ പ്രൈമറി ആയിട്ട് അണ്ടർ ഡോസിങ്ങിൻ്റെ കോഡ് വരില്ല. ഓക്കെ, ഇനി അടുത്തത് എന്ന് പറയുന്നത് ടോക്സിക് സബ്സ്റ്റൻസസ്. അപ്പോൾ ടോക്സിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഹാംഫുൾ സബ്സ്റ്റൻസ് ഇൻജെക്റ്റ് ചെയ്യുമോ, ഹാംഫുൾ സബ്സ്റ്റൻസിൻ്റെ ആ ഒരു എന്താ പറയുക ഇൻജസ്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ കം ഇൻ കോണ്ടാക്റ്റ് വിത്തോ ആകുവാണെങ്കിൽ നമുക്ക് കാറ്റഗറി എന്ന് പറയുന്നത് T51 മുതൽ T65 വരെയുള്ള കാറ്റഗറിയിൽ നിന്നാണ് ആ കോഡ്സ് എടുക്കുന്നത്. ഓക്കെ, T51 മുതൽ T65 മുതലുള്ള വരെയുള്ള. അപ്പോൾ T65 വരെയുള്ള കാറ്റഗറി എടുത്തെങ്കിൽ നമുക്ക് സെക്കൻഡറി ആയിട്ട് എന്ത് കോഡ് ചെയ്യണം? സെക്കൻഡറി ആയിട്ട് അതിൻ്റെ ഇൻറ്റൻഷൻ കോഡ് ചെയ്യണം. ഇപ്പം ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ടോക്സിക് എഫക്റ്റ് എന്തുകൊണ്ട് ആ ഒരു രീതിയാണ്. അതിന് ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ആക്സിഡൻ്റലാവാം, ഇൻറ്റൻഷനലാകാം, സെൽഫ് ഹാം ആകാം, അസോൾട്ട് ആകാം, അല്ലെങ്കിൽ അൺഡിറ്റർമൈൻഡ് ആയിട്ടാണെങ്കിലും നമുക്കത് എന്താ ചെയ്യുക? അറേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ സെക്കൻഡറി ആയിട്ട് അത് കോഡ് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. ഫസ്റ്റ് പഠിച്ചു അഡ്വേഴ്സ് എഫക്റ്റ് പഠിച്ചു, അതിനുശേഷം നമ്മൾ പോയ്സണിങ് പഠിച്ചു, പിന്നെ നമ്മൾ പഠിച്ചു അണ്ടർ ഡോസ് പഠിച്ചു, 4th വൺ നമ്മൾ ടോക്സിക് എഫക്ട്സ് പഠിച്ചു. ഇനി അടുത്ത പോയിന്റ്, അപ്പോൾ അടുത്ത മേജർ പോയിന്റ് എന്ന് പറയുന്നതാണ്, അടുത്ത മേജർ പോയിന്റ് ഫോർ ഡിസ്കസിങ് എന്ന് പറയുന്നത് അഡൽട്ട് ആൻഡ് ചൈൽഡ് അബ്യൂസ്, നെഗ്ലെക്റ്റ് ആൻഡ് അതർ മാൽ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അഡൽട്ട് ആൻഡ് ചൈൽഡ് അബ്യൂസിൻ്റെ ആ ഒരു കോഡ് വരുവാണെങ്കിൽ നമ്മൾ കോഡ് ചെയ്യുന്നത് T74 ആണ്. T74 ആണ് സീക്വൻസിങ് ഫസ്റ്റ് കാറ്റഗറിയാണ് ഞാൻ പറയണത്. ഇപ്പോൾ T74 അഡൽട്ട് ആൻഡ് ചൈൽഡ് അബ്യൂസ്, നെഗ്ലെക്റ്റ് ആൻഡ് മാൽ ട്രീറ്റ്മെൻറ്റ് കൺഫേംഡ്. അപ്പോൾ കൺഫേംഡ് ആണെങ്കിൽ നമുക്ക് T74 യൂസ് ചെയ്യാം. ഇപ്പം T76 യൂസ് ചെയ്യാം. എപ്പോഴാണ്? അഡൽട്ട് ആൻഡ് ചൈൽഡ് അബ്യൂസ്, നെഗ്ലെക്റ്റ് ആൻഡ് അതർ മാൽ ട്രീറ്റ്മെൻറ്റ് സസ്പെക്റ്റഡ് ഫോർ അബ്യൂസ്. ഓക്കെ, സസ്പെക്റ്റഡ് ആണെങ്കിൽ നമുക്ക് T76ഉം, കൺഫേംഡ് ആണെങ്കിൽ T74ഉം കോഡ് ചെയ്യാൻ സാധിക്കും. ക്ലിയർ ആണോ? ഇനി അടുത്തതെന്ന് പറയുന്നത് ഫോർ കേസസ് ഓഫ് കൺഫേംഡ് അബ്യൂസ് ഓർ നെഗ്ലെക്റ്റ് ആൻഡ് എക്സ്റ്റേണൽ കോസ് കോഡ് ഫ്രം ദ അസോൾട്ട് സെഷൻ എന്ന് വെച്ചാൽ X92 തൊട്ട് Y09 വരെയുള്ള സെഷൻ അസോൾട്ടാണ്. ഓക്കെ, അപ്പം ഈ സെഷനിലെ കോഡ്സ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മൾ ആഡ് ചെയ്യണം. എന്തിനാണ്? എന്തെങ്കിലും ഫിസിക്കൽ ഇഞ്ചുറീസ് ഉണ്ട്, അബ്യൂസ് കാരണമാണ്. ഓക്കെ, എന്തെങ്കിലും അസോൾട്ട് കാരണമുള്ള ഫിസിക്കൽ ഇഞ്ചുറീസ് ആണെങ്കിൽ നമ്മൾ ആ കോഡും കൂടെ അഡീഷണലായിട്ട് കൊടുക്കണം. എവിടെ നിന്നുള്ള കോഡ്സാണ്? X91 to Y09 വരെയുള്ള കോഡ്സ്.
ഇനിയിപ്പോൾ ആ കോഡ്സ് തന്നെ Y07 എന്ന് പറയുന്നത് നമ്മുടെ പെർപ്പറേറ്റർ കോഡാണ്. പെർപ്പറേറ്റർ എന്ന് പറയുന്നത് മലയാളത്തിൽ പറയുന്നത് കുറ്റവാളി എന്നൊക്കെ പറയില്ലേ, അതൊക്കെ നോൺ ആണെങ്കിൽ, നമ്മൾ അറിയാവുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് Y07 കോഡ് ചെയ്യാം. ക്ലിയർ ആണോ? ഇനി അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് കോഡ്സ് ആണ്. അപ്പോൾ ഞാൻ കോഡ്സ് റീഡ് ഔട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കോഡ്സ് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഓക്കെ, എന്ത് കാര്യങ്ങൾക്കാണ് യൂസ് ചെയ്യുന്നത് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നമുക്കത് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്, പക്ഷേ നമുക്കത് ബൈ ഹാർട്ട് ചെയ്യാൻ മാത്രം ഒന്നുമില്ല. നമുക്ക് എവിടെ നിന്ന് വരുന്നു എന്ന് മാത്രം നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ച് വെക്കാം. ഓൾറൈറ്റ്, അപ്പോൾ ഞാൻ ഓരോ പോയിൻ്റായിട്ട് റീഡ് ഔട്ട് ചെയ്ത് വിടാം. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സസ്പെക്റ്റഡ് കേസ് ഓഫ് അബ്യൂസ് ആണ്. ഓക്കെ, ഇഫ് എ സസ്പെക്റ്റഡ് കേസ് ഓഫ് അബ്യൂസ്, നെഗ്ലെക്റ്റ് ഓർ മിസ്ട്രീറ്റ്മെൻറ്റ് ഈസ് റൂൾഡ് ഔട്ട് ഡ്യൂറിങ് ആൻ എൻകൗണ്ടർ, അങ്ങനെയാണെങ്കിൽ Z04.71 എന്ന് പറഞ്ഞ കോഡ്, ആ കോഡെന്ന് പറയുന്നത് എന്താണ്? എൻകൗണ്ടർ ഫോർ എക്സാമിനേഷൻ ആൻഡ് ഒബ്സർവേഷൻ ഫോളോയിങ് അലീഗ്ഡ് ഫിസിക്കൽ അഡൽട്ട് അബ്യൂസ് റൂൾഡ് ഔട്ട്. അപ്പോൾ റൂൾ ഔട്ട് ചെയ്തു, അഡൽട്ട് അബ്യൂസ് നടന്നു. അപ്പം ഇങ്ങനെയുള്ള കേസസിലാണെങ്കിൽ നമുക്ക് കോഡ് ചെയ്യാവുന്നത് Z04.71 ആണ്. ഓക്കെ, ഇനി അടുത്തത് ഓർ, ഇത് കൺഫേംഡ് റൂൾഡ് ഔട്ട് കേസാട്ടോ. ഇനി അടുത്തത് Z04.72, ആ കോഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. എൻകൗണ്ടർ ഫോർ എക്സാമിനേഷൻ ആൻഡ് ഒബ്സർവേഷൻ ഫോളോയിങ് അലീഗ്ഡ് ചൈൽഡ് ഫിസിക്കൽ അബ്യൂസ് റൂൾഡ് ഔട്ട് ഷുഡ് ബി യൂസ്ഡ്. ഓക്കെ, അപ്പം ഈ ഒരു കോഡ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? Z04.71 എന്ന് പറയുന്നത് നമ്മുടെ അഡൽട്ട് അബ്യൂസും Z04.72 എന്ന് പറയുന്നത് ചൈൽഡ് അബ്യൂസിനുമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. അപ്പോൾ അഡൽട്ട് അബ്യൂസും ചൈൽഡ് അബ്യൂസും. ഇനി അടുത്ത പോയിന്റ്, അപ്പം ഡ്യൂറിങ് ആൻ എൻകൗണ്ടർ എന്ത് കണ്ടുപിടിച്ചു? ഒരു സെക്ഷൽ അബ്യൂസ് റൂൾ ഔട്ട് ചെയ്തു. ഓക്കെ, സസ്പെക്റ്റഡ് കേസ് ആയിരുന്നു. സസ്പെക്റ്റഡ് കേസ് അലീഗ്ഡ് റേപ്പ് ഓർ സെക്ഷൽ അബ്യൂസ് റൂൾ ഔട്ട് ചെയ്തു. അങ്ങനെയുണ്ടെങ്കിൽ Z04.41 യൂസ് ചെയ്യാം. അതേസമയം എൻകൗണ്ടർ ഫോർ എക്സാമിനേഷൻ ആൻഡ് ഒബ്സർവേഷൻ ഫോളോയിങ് അലീഗ്ഡ് അഡൽട്ട് റേപ്പ് ഓർ, അപ്പം കോഡ് ചെയ്യാവുന്നത് Z04.42 ആണ്. ഇപ്പോൾ നമുക്ക് ഈ രണ്ട് കോഡ് തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. Z04.42ഉം Z04.41 തമ്മിലുള്ള വ്യത്യാസം. 41 ആണെങ്കിൽ നമ്മൾ എൻകൗണ്ടർ എന്ന് പറയുന്നത്, എൻകൗണ്ടറിലാണ് റൂൾ ഔട്ട് ചെയ്തത് ഇവിടെ സെക്ഷൽ അബ്യൂസ് നടന്നിട്ടുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ 41. ക്ലിയർ ആണോ? ഇനി എൻകൗണ്ടറിൽ നമുക്ക് ഓൾറെഡി അറിയാം നടന്നിട്ടുണ്ട്, സെക്ഷൽ അബ്യൂസ് അല്ലെങ്കിൽ സെക്ഷൽ അസോൾട്ട് നടന്നിട്ടുണ്ട്, അത് നമുക്ക് ഓൾറെഡി അറിയാം. അത് കഴിഞ്ഞിട്ടുള്ള എൻകൗണ്ടറാണ്, അറിയാം പക്ഷേ റൂൾ ഔട്ട് ചെയ്തിട്ട് നേരത്തെ ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് കഴിഞ്ഞുള്ള എൻകൗണ്ടർ ആണെങ്കിൽ നമുക്ക് 42 യൂസ് ചെയ്യാം. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ പറഞ്ഞില്ല, രണ്ട് ഓർ കോഡ്സാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ ആദ്യം ഞാൻ രണ്ട് ഓർ കോഡ് പറഞ്ഞു, ഇപ്പം ഞാൻ രണ്ട് ഓർ കോഡ് പറഞ്ഞു. ഇവിടെ വ്യത്യാസം, ആദ്യം പറഞ്ഞതിൽ ചൈൽഡും അഡൽട്ടും ആയിരുന്നു. ഇവിടെ പറയുമ്പം സ്റ്റിൽ റൂൾ ഔട്ട് ചെയ്യുന്നത് എൻകൗണ്ടറിലാണെങ്കിൽ 41, റൂൾ ഔട്ട് ചെയ്തത് നേരത്തെയാണ്, എൻകൗണ്ടറിന് മുമ്പേ റൂൾ ഔട്ട് ചെയ്തു, അതിനുശേഷം എൻകൗണ്ടർ ആണെങ്കിൽ 42 നമുക്ക് കോഡ് ചെയ്യാം. ഇനിയുള്ള രണ്ട് ഓർ കോഡ്സ് അടുത്തെന്ന് പറയുന്നത് Z04.81ഉം Z04.82 ആണ്. അപ്പോൾ ഈ രണ്ട് കോഡ് തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. ഇഫ് എ സസ്പെക്റ്റഡ് കേസ് ഓഫ് ഫോഴ്സ്ഡ് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ or forced labor exploitation is ruled out during an encounter, 04.81 ഫോളോയിങ് ആണെങ്കിൽ, ഇവിടെയും സെയിം ആണ്. ഞാൻ സെക്ഷൽ അസോൾട്ട് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഫോഴ്സ്ഡ് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ ആണ്. അപ്പോൾ ഫോഴ്സ്ഡ് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ ആണെന്നുണ്ടെങ്കിൽ, അപ്പം ഡ്യൂറിങ് ആൻ എൻകൗണ്ടറിലാണ് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 0.81 വരും. ഡ്യൂറിങ് ആൻ എൻകൗണ്ടർ അല്ല, നേരത്തെ അറിയായിരുന്നു, അതിന് ശേഷമുള്ള എൻകൗണ്ടർ ആണെങ്കിൽ 0.82. ഓർ കോഡ്സ് മനസ്സിലായല്ലോ. അപ്പോൾ നെക്സ്റ്റ് മേജർ ടോപ്പിക് എന്ന് പറഞ്ഞാൽ കോംപ്ലിക്കേഷൻസ് ഓഫ് കെയർ ആണ്. അതിലെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ജനറൽ ഗൈഡ് ലൈൻസ് ആണ്. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്, അതിൽ പ്രത്യേകിച്ച് കാര്യങ്ങൾ ഒന്നുമില്ല. ഇനി സെക്കൻഡ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ
പെയിൻ ഡ്യൂ ടു മെഡിക്കൽ ഡിവൈസസ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു മെഡിക്കൽ ഇംപ്ലാൻസോ അതൊക്കെ കൊണ്ട് എന്തെങ്കിലും പെയിൻ ഉണ്ടാവുക പേഷ്യൻറ്റിന്. അപ്പോൾ എങ്ങനെ കോഡ് ചെയ്യും? അപ്രോപ്രിയേറ്റ് കോഡ് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒരു ഹിപ്പ് പ്രോസ്തസിസ് ഉണ്ട്, അതിന് പെയിൻഫുൾ ഹിപ്പ് പ്രോസ്തസിസ് ആണെങ്കിൽ നമുക്ക് ആ കോഡ് കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് അഡീഷണൽ ആയിട്ട് കൊടുക്കാവുന്ന എന്താണ്, G89 കാറ്റഗറിയിൽ നിന്ന് അക്യൂട്ടാണോ ക്രോണിക് പെയിൻ ആണോ എന്നുള്ളത് അതനുസരിച്ച് കൊടുക്കാം. ക്ലിയർ ആണോ? ഇപ്പോൾ മെഡിക്കൽ ഡിവൈസസ് കൊണ്ടുള്ള പെയിൻ ആണെങ്കിൽ, ഇംപ്ലാൻസോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുള്ള പെയിൻ ആണ്, പെയിൻഫുൾ അതെന്ന് പറഞ്ഞുള്ള കോഡ് കാണും. അതാണ് അതിൻ്റെ അപ്രോപ്രിയേറ്റ്. സോ അത് കൊടുക്കുക പ്രൈമറി ആയിട്ട്. സെക്കൻഡറി ആയിട്ട് വന്നിട്ട് നമ്മൾ കൊടുക്കുക, യെസ്, സെക്കൻഡറി ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് G89 കാറ്റഗറി. G89 കാറ്റഗറി അറിയാമല്ലോ, പെയിൻ്റെ കാറ്റഗറിയാണ്. സോ ആ കാറ്റഗറിയിൽ നിന്ന് അക്യൂട്ടാണോ ക്രോണിക് ആണോ എന്താണെന്ന് വെച്ചാൽ ഡോക്യുമെൻറ്റേഷനിൽ എങ്ങനെയാണോ പറയുന്നത് അതനുസരിച്ച് കൊടുക്കുക. ക്ലിയർ ആയോ? നെക്സ്റ്റ് ടോപ്പിക്. തേർഡ് വൺ, ട്രാൻസ്പ്ലാന്റ് കോംപ്ലിക്കേഷൻ. ഇതിൽ തന്നെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ട്രാൻസ്പ്ലാന്റ് കോംപ്ലിക്കേഷൻ അതർ ദാൻ കിഡ്നി. ഇപ്പോൾ ട്രാൻസ്പ്ലാന്റ് കോംപ്ലിക്കേഷൻ എന്ന് പറയണമെങ്കിൽ നമ്മൾ ട്രാൻസ്പ്ലാന്റഡ് ആയിട്ടുള്ള ഓർഗൻ എന്തെങ്കിലും ഫങ്ഷനിങ് ശരിയാവരുത്. ഫോർ എക്സാമ്പിൾ, എന്തെങ്കിലും ഒരു ട്രാൻസ്പ്ലാന്റ് നടന്നു, ഫോർ എക്സാമ്പിൾ എന്താ കിഡ്നി, പക്ഷേ ഇവിടെ കിഡ്നി അതർ ദാൻ ആണ് പറയുന്നത്, ഞാൻ എക്സാമ്പിളിന് വേണ്ടി പറയുക. ഇപ്പോൾ കിഡ്നി ട്രാൻസ്പ്ലാന്റ് നടന്നു, ആ ട്രാൻസ്പ്ലാന്റ് കാരണം എന്ത് സംഭവിക്കണം, കിഡ്നിക്ക് നമ്മുടെ ഫങ്ഷനിങ് പ്രോപ്പർലി നടക്കുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിലേ നമുക്ക് ഈ ട്രാൻസ്പ്ലാന്റ് കോംപ്ലിക്കേഷൻ എന്നുള്ളൊരു ആ ഒരു ടോപ്പിക്ക് തന്നെ ഇവിടെ വരുന്നുള്ളൂ. ഓക്കെ, അത് ക്ലിയർ ആയിരിക്കണം. അപ്പോൾ അത് എങ്ങനെ കോഡ് ചെയ്യും, അതിൻ്റെ സീക്വൻസിങ് എങ്ങനെയാണ്, അത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അതിൻ്റെ സീക്വൻസിങ് എന്ന് പറഞ്ഞാൽ T86 കാറ്റഗറിയിലാണ് കോംപ്ലിക്കേഷൻ ഓഫ് ഈ ട്രാൻസ്പ്ലാന്റ് ഓർഗൻ വരുന്നത്. അതർ ദാൻ കിഡ്നി ആണ് പറയുന്നത്. അപ്പോൾ T86 ആയിരിക്കും പ്രൈമറി കോഡ്. സെക്കൻഡറി അഡീഷണൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കോഡെന്ന് പറയുന്നത് എന്ത് കോംപ്ലിക്കേഷൻ ആണോ ഉള്ളത് അത് അഡീഷണൽ ആയിട്ട് കോഡ് ചെയ്യുക. സിമ്പിൾ അല്ലേ? അപ്പം T86 കാറ്റഗറിയിൽ നിന്ന് പ്രൈമറി കോഡ് ചെയ്യുക, സെക്കൻഡറി നമ്മുടെ എന്ത് കോംപ്ലിക്കേഷൻ ആണോ അത് കോഡ് ചെയ്യുക. നെക്സ്റ്റ് ടോപ്പിക് ബി എന്ന് പറയുന്നത് കിഡ്നി ട്രാൻസ്പ്ലാന്റ് കോംപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞ അതർ ദാൻ കിഡ്നിയാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തത്. ഇനി കിഡ്നി ട്രാൻസ്പ്ലാന്റിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം CKD ഒക്കെ ഉള്ള പേഷ്യൻ്റായിരിക്കും മിക്കവാറും കിഡ്നി ട്രാൻസ്പ്ലാന്റ് നടക്കുന്നത്, ക്രോണിക് കിഡ്നി ഡിസീസ്. അപ്പം ഈ CKD ഒക്കെ ഉള്ള പേഷ്യൻറ്റിന് ഇപ്പം കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തെന്ന് പറഞ്ഞാലും CKD ഫുള്ളി പോകാൻ സാധ്യതയില്ല. ഓക്കെ, ആ ഒരു കണ്ടീഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ T86.1 എന്നുള്ള കോഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ട്രാൻസ്പ്ലാന്റ് ചെയ്ത കിഡ്നിക്ക് എന്തെങ്കിലും സംഭവിച്ചു, അതുകൊണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു കേസ് ഞാൻ പറയാം. ഒരു കേസിൽ ഇപ്പോൾ CKD ഉള്ളൊരു പേഷ്യൻ്റ് ആണ്, പക്ഷേ നമ്മുടെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് T86.1 പോയി കോഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഈ ട്രാൻസ്പ്ലാന്റിന് എന്തെങ്കിലും സംഭവിക്കണം, ട്രാൻസ്പ്ലാന്റ് ചെയ്ത കിഡ്നിയുടെ ഫംഗ്ഷന് അല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും സംഭവിക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു ട്രാൻസ്പ്ലാന്റ് ഫെയിലിയറോ അല്ലെങ്കിൽ റിജക്ഷനോ വല്ലതും നടന്നു, അങ്ങനെ ഉണ്ട് CKD ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് T86.1 എന്നുള്ള കോഡ് എടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ സിംപിളി പോയി നമുക്ക് ട്രാൻസ്പ്ലാന്റിന് പ്രശ്നമൊന്നുമില്ല പക്ഷേ CKD ഉണ്ട്, ട്രാൻസ്പ്ലാന്റ് നടന്ന പേഷ്യൻ്റാണെന്ന് പറഞ്ഞ് T86.1 പോയി കോഡ് ചെയ്യരുത്. നമുക്ക് ട്രാൻസ്പ്ലാന്റ് എന്തെങ്കിലും ഫെയിലിയറോ അല്ലെങ്കിൽ റിജക്ഷനോ സംഭവിച്ചെങ്കിൽ മാത്രമേ CKD ഉള്ള പേഷ്യൻ്റ് നമ്മൾ T86.1 കോഡ് ചെയ്യാവുള്ളൂ. ക്ലിയർ ആയല്ലോ? ഇപ്പം ഞാൻ അടുത്തൊരു പോയിന്റ് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ T86.1 എപ്പോഴാണ് എടുക്കുന്നത്, ട്രാൻസ്പ്ലാന്റിന് എന്തെങ്കിലും പ്രശ്നം വന്നു അല്ലെങ്കിൽ ഒരു ഫെയിലിയറോ റിജക്ഷനോ വന്നു, CKD ഉള്ള പേഷ്യൻ്റാണ്. ഇപ്പോൾ CKD ഇല്ല, ഓക്കെ, അതർ ദാൻ CKD ആണ്, കോംപ്ലിക്കേഷൻ ആണ്, അതർ ദാൻ CKD ആണെങ്കിൽ നമുക്ക് T86.1ൻ്റെ കാറ്റഗറിയിൽ നിന്ന് കോഡ് എടുക്കാം. കാറ്റഗറി എന്ന് ഞാൻ പറഞ്ഞു, കാറ്റഗറിയിൽ നിന്ന് കോഡ് എടുക്കാം. അതിനുശേഷം ഒരു അഡീഷണൽ കോഡ് കൊടുക്കണം. എന്തിനാണ്? കോംപ്ലിക്കേഷൻ എന്താണെന്ന് കാണിക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ CKD ആണ് കോംപ്ലിക്കേഷൻ എങ്കിൽ നമുക്ക് T86 കോഡ് തന്നെ ധാരാളം. ഓക്കെ, ആ കാറ്റഗറി കോഡ് തന്നെ ധാരാളം. ഇൻ കേസ് CKD അല്ല കോംപ്ലിക്കേഷൻ വരുത്തുന്നതെങ്കിൽ T86.1 കാറ്റഗറിയുടെ കൂടെ തന്നെ അഡീഷണൽ ആയിട്ട് നമ്മൾ കോംപ്ലിക്കേഷനും കൂടെ കോഡ് ചെയ്യണം. ക്ലിയർ ആയല്ലോ? ഓക്കെ, അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ കോംപ്ലിക്കേഷൻ കോഡ്സ് ദാറ്റ് ഇൻക്ലൂഡ് ദ എക്സ്റ്റേണൽ കോസ്. പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എക്സ്റ്റേണൽ കോസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന കോഡ്സ് ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എക്സ്റ്റേണൽ കോഡ്സ് പോയി സെപ്പറേറ്റ് ആയിട്ട് കോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത്രയും മാത്രം വിചാരിച്ചാൽ മതി. വലിയ പാരഗ്രാഫൊക്കെ തന്നിരിക്കും, പക്ഷേ ഇത്രയും മാത്രമേ ഉള്ളൂ അതിൻ്റെ കണ്ടൻറ്റ്. ഇപ്പം ദ കോംപ്ലിക്കേഷൻ കോഡിൽ നമ്മുടെ എക്സ്റ്റേണൽ കോസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരൊറ്റ കോഡ് യൂസ് ചെയ്താൽ മതി. നമ്മൾ കോമ്പിനേഷൻ കോഡിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു ബേസിക് ഐഡിയ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കോമ്പിനേഷനുള്ള കോഡ് മാത്രം യൂസ് ചെയ്താൽ മതി. ഇനി അടുത്ത പോയിന്റ് എന്ന് വെച്ചാൽ കോംപ്ലിക്കേഷൻ ഓഫ് കെയർ കോഡ്സ് വിത്തിൻ ദ ബോഡി സിസ്റ്റം ചാപ്റ്റേഴ്സ്.
അപ്പം ഇതൊക്കെ നമ്മൾ ഓൾറെഡി കുറേ ഡിസ്കസ് ചെയ്ത കോംപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ അതൊക്കെയെന്ന് പറഞ്ഞാൽ ഇൻട്രാ ഓപ്പറേറ്റീവ് അല്ലെങ്കിൽ പോസ്റ്റ് ഓപ്പറേറ്റീവ് കോംപ്ലിക്കേഷൻ കോഡ്സ്, ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ബോഡി സിസ്റ്റം ചാപ്റ്റേഴ്സിലുണ്ട്, സ്പെസിഫിക് ഓർഗൻസിൻ്റെ ചാപ്റ്റേഴ്സിലുണ്ട്. ഇതൊക്കെ നമ്മൾ ഓരോ ചാപ്റ്റർ പഠിച്ച് വന്നപ്പോഴത്തേക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തു പോയതാണ്. സോ അതിനെ പിന്നെ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യം ഇവിടെ ഇല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാപ്റ്റർ 19. അങ്ങനെ നമ്മുടെ ചാപ്റ്റർ 19 അവസാനിച്ചിരിക്കുന്നു. ചാപ്റ്റർ 19 ഒരു വലിയ ചാപ്റ്റർ ആണെന്ന് എനിക്കറിയാം, എങ്കിലും ചാപ്റ്റർ 19 ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. യു ഹാവ് ടു കൺസിഡർ ഇറ്റ്. നന്നായിട്ട് പഠിക്കണം. ചാപ്റ്റർ 19, ചാപ്റ്റർ 15 ഒക്കെ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സാണ്. ഇത് നമുക്ക് കളയാൻ പറ്റില്ല. ഓക്കെ, സോ നമുക്ക് അഡ്വേഴ്സ് എഫക്റ്റിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഞാൻ ടേബിൾ ഓഫ് കണ്ടൻസിൽ നിന്ന് എങ്ങനെയാണ് പോയി നമ്മുടെ ടാബ്ല ലിസ്റ്റിൽ പോയി നോക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ടേബിൾ ഓഫ് ഡ്രഗ്സിൽ എങ്ങനെയാണ് പോയി നോക്കുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അത് നമുക്ക് ഇനിയൊരു രണ്ട് ചാപ്റ്റർ കൂടെ അല്ലേ ഉള്ളൂ. ആ 2 ചാപ്റ്റർ കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഇപ്പോൾ ഞാൻ പറയുമ്പോൾ ഗൈഡ് ലൈൻസ് മാത്രമായിട്ട് മനസ്സിലാകത്തുള്ളൂ. നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പക്കയായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് ഇതൊക്കെ വരുന്നതെന്ന്. വളരെ എളുപ്പമാണ് കേട്ടോ. ICD വളരെ എളുപ്പമാണ്. ICD ഒരു 10 ക്വസ്റ്റ്യൻസ് നമ്മൾ മാക്സിമം കരുതിയാൽ മതി. എന്ന് വെച്ചാൽ കളയാൻ പറ്റില്ല. ഓക്കെ, ഒരു മിനിമം മാർക്ക് അതിനും വേണമല്ലോ. അപ്പോൾ ICDക്ക് മിനിമം മാർക്ക് ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ICD ഒക്കെ നമുക്ക് ബേസാണ്. ഇപ്പോൾ കോഡേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ ICD ബേസാണ്. നമ്മളിപ്പം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം നോക്കാൻ പാടില്ല. ഓക്കെ, സോ ദാറ്റ് യെസ്, ഓൾ ദ ബെസ്റ്റ്. നന്നായി പഠിക്കുക. അപ്പം ഇനി 20, 21 2 ചാപ്റ്റേഴ്സും കൂടെ ഉള്ളൂ. ആ 2 ചാപ്റ്റേഴ്സ് കൂടെ നമ്മൾ വൈൻഡപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാം. ഓൾറൈറ്റ്, സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ യെസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ അതും കൂടെ ചെയ്യാം. ഓക്കെ, നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ മറക്കരുത്. Okay, thanks for watching Zeal to Know. Bye bye. See you in the next video with chapter 20.